നിങ്ങൾ എത്ര പേര് ചന്ദ്രയാൻ 3 ലാൻഡിങ് കണ്ടു ലൈവായിട്ട്? ഒരുപാട് പേര് കണ്ടു. അപ്പോൾ അതിനുശേഷം യൂട്യൂബിലൊക്കെ കണ്ടു കാണുമല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവരും വളരെ ഇഷ്ടപ്പെട്ടു. ചന്ദ്രയാൻ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് അഭിമാനമുണ്ടായി. എന്തുകൊണ്ടാണ് അത് നമ്മൾക്ക് വളരെ അഭിമാനകരമായ ഒരു കാര്യമായി മാറിയത്? ചന്ദ്രയാനിൽ പണ്ട് അമേരിക്കയൊക്കെ ഇറങ്ങിയിട്ടില്ലേ? ആംസ്ട്രോങ്, ആൾഡ്രിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇല്ലേ? പക്ഷെ നമ്മൾ ഇറങ്ങുമ്പോൾ എന്താണ് അതിനകത്തൊരു, ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്തുകൊണ്ട് അത് വളരെ പ്രധാനമാകുന്നു? ഒന്ന് ആലോചിച്ച് നോക്കണം. എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്രധാന കാര്യം അത് ഇന്ത്യക്കാർ ഇന്ത്യയിലെ തന്നെയുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച് ഉള്ള റോക്കറ്റിലും ഉപഗ്രഹത്തിലും നമ്മുടെ തന്നെ ടെക്നോളജി, വേറെ അവിടുന്ന് കടം വാങ്ങിച്ചതല്ല, അത് ഉപയോഗിച്ച് ഭാരതത്തിൽ തന്നെ നിർമ്മിച്ച് നമ്മൾ ലോഞ്ച് ചെയ്ത് വിജയിപ്പിച്ചത് കൊണ്ടാണ് അത് വളരെ പ്രാധാന്യമുണ്ടാകുന്നത് അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ റോക്കറ്റിൽ വരുന്ന കാലത്ത് 1960കളിൽ അമേരിക്ക ചന്ദ്രനിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അവരതിനുശേഷം ഏകദേശം 10ലധികം ചന്ദ്രയാൻ പര്യവേഷണങ്ങൾ നടത്തി. റഷ്യ ആളെ വിട്ടിട്ടില്ല, അറിയാമല്ലോ. ആരെയും, ഒരു മനുഷ്യനെയും അവർ ലാൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ അവർ റോബോട്ടിക് ലാൻഡിങ്ങാണ് നടത്തി. പക്ഷേ നമ്മളാണ് ഈ ലോകത്ത് ചന്ദ്രനിൽ വളരെ സേഫായിട്ട് ലാൻഡ് ചെയ്ത 4ാമത്തെ രാജ്യം അല്ലേ? ഇന്ത്യയാണ് അത് നേടിയെടുത്തത്. അതിൽ നമ്മളെല്ലാവരും അഭിമാനിക്കണം. ഇതൊരു വലിയ യാത്രയായിരുന്നു ചന്ദ്രനിൽ പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ചന്ദ്രയാൻ 1 എന്നുള്ള പ്രോജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, ചന്ദ്രയാൻ 2നെ കുറിച്ച് അറിയാം. ചന്ദ്രയാൻ 2ൽ നമുക്ക് കൃത്യമായിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല. ചന്ദ്രയാൻ 3 അതിനുശേഷം വന്നതാണ്. പക്ഷെ നമ്മൾ ചന്ദ്രനിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ കുറച്ച് അധികം ഉപഗ്രഹങ്ങൾ ചന്ദ്രനിലേക്ക് പോകുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ ആരൊക്കെയാണ് വിട്ടതെന്ന്. നമുക്കൊപ്പം നമുക്ക് മുമ്പിൽ ലാൻഡ് ചെയ്യണമെന്നും പറഞ്ഞ് കുറച്ച് സാറ്റലൈറ്റുകളൊക്കെ വിട്ടിട്ടുണ്ട്. റഷ്യ വിട്ടു ഇല്ലേ? ജപ്പാന്റെ ഒരു ഉപഗ്രഹം ഉണ്ടായിരുന്നു, ചൈനയുടെ ഉണ്ടായിരുന്നു, US-ന്റെ 2 എണ്ണം ഉണ്ടായിരുന്നു. അവയെല്ലാം ലാൻഡ് ചെയ്തോ ഇല്ലയോ? അറിയാമോ ആർക്കെങ്കിലും ഒക്കെ? എല്ലാം ഒന്നും ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ റഷ്യൻ ഉപഗ്രഹം ആകട്ടെ, അത് ചന്ദ്രന്റെ ഉപരിതലത്തിൽ തകർന്നു വീണു. ചൈനയും അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്, പക്ഷേ സൗത്ത് പോളിലല്ല. സൗത്ത് പോളിൽ ലാൻഡ് ചെയ്യാനുള്ള അറ്റംപ്റ്റ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. അമേരിക്ക വിട്ട 2 ഉപഗ്രഹങ്ങളും ലാൻഡ് ചെയ്തെങ്കിലും മറിഞ്ഞു വീണ്, ജപ്പാന്റെ അതുപോലെ തന്നെ മറിഞ്ഞു വീണ് അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ കിട്ടാത്തത് കൊണ്ട് അതിന് പ്രത്യേകിച്ച് എക്സ്പെരിമെൻ്റ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 3 ദിവസം മുമ്പ് ചൈന ചന്ദ്രനിലേക്ക് ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചിരുന്നു. അത് ലോഞ്ച് വെഹിക്കിൾ റോക്കറ്റിൻ്റെ പെർഫോമൻസ് ശരിയല്ലാത്തതുകൊണ്ട് ചന്ദ്രനിൽ വരെ എത്തിയത് പോലുമില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഒരു 10ഓളം ചന്ദ്രപര്യവേഷണ ഉപഗ്രഹങ്ങൾ വിക്ഷേപണം ലോകത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വിക്ഷേപിച്ചത് വളരെ പ്രധാനമുള്ള കാര്യമാണ്. നമ്മൾ വിക്ഷേപിച്ച് മാത്രമല്ല, അത് വിജയിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ സയൻറ്റിഫിക് സ്പേസ് ഏജൻസികളെല്ലാം നമ്മളെ വളരെ അതിശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. എങ്ങനെ ഈ ഇന്ത്യക്കാർക്ക്, ഞങ്ങൾ വിചാരിച്ചു ഇവിടെ എല്ലാം വലിയ ടെക്നോളജി ഒന്നുമില്ല, പാവപ്പെട്ട മനുഷ്യരൊക്കെയാണ് ഇവിടെ ജീവിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചെന്ന് ഈ രാജ്യം എങ്ങനെ ഇതുപോലെ സ്പേസ് ടെക്നോളജിയിൽ ഇത്ര മുന്നോട്ട് ചെയ്യുന്നുള്ളത് അവർക്ക് വലിയൊരു അതിശയകരമായിരിക്കുന്നു. പ്രത്യേകിച്ചും ഞാൻ പലരെയും കാണുന്ന സമയത്തൊക്കെ അവർ പറയുന്നുണ്ട് അവർക്ക് വളരെ അഭിമാനമുണ്ട് ഇന്ത്യ പോലെ രാജ്യം ഇങ്ങനെ ഒരു മുന്നേറ്റം നടത്തി എന്നുള്ളത്. അത് നമുക്കെല്ലാം വളരെ ആത്മവിശ്വാസം നൽകുന്നുണ്ട് ഈ രാജ്യത്ത്.